പൾസർ സുനി ദിലീപിൽ നിന്നും കാശ് വാങ്ങി എടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന വരുന്ന ഭാഗത്ത് ഒന്നാം പ്രതിയെയും ഒമ്പതാം പ്രതിയെയും വെറുതെ വിട്ടിരിക്കുകയാണ്. അവരുടെ കുറ്റം തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ദിലീപ് സമൂഹത്തിൽ പറഞ്ഞതും പോലീസുകാർക്ക് കംപ്ലൈന്റ് കൊടുത്തതും പോലും പൾസർ സുനിയും സംഘവും എന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇവ അതായത് വാലും തലയിലും ഉണ്ടായിരുന്ന രണ്ട് കോൺഫറൻസുകൾ വെട്ടിമാറ്റി നടുക്കുള്ള കോൺഫറൻസിക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റം ഉള്ളതായി കണ്ട് 1 മുതൽ 6 വരെ പ്രതികളെ പ്രോസിക്യൂഷൻ പറഞ്ഞ മിക്കവാറും എല്ലാ മേജർ ഒഫൻസസിനും കുറ്റക്കാരായി കണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷന് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശമുണ്ട്. കാരണം അത് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു ശിക്ഷയാണ്. അത് തീർച്ചയായിട്ടും അതിന് മുകളിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കുറ്റം കണ്ട ചില ഒഫൻസുകളിൽ പോലും ശിക്ഷ വിധിച്ചിട്ടില്ല. അതായത് 376D വിധിച്ച കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചതുകൊണ്ട് 354നും 354Bക്കും പ്രത്യേക ശിക്ഷ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു റിഡക്ഷൻ നൽകാൻ, അതായത് സാരി വാങ്ങിച്ചാൽ പാവാട ഫ്രീ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു വിധി, ഒരു ശിക്ഷാവിധിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി അപ്പീൽ കോടതിയുടെ വിധി വരെ കാത്തിരിക്കേണ്ടി വരും. മാത്രം അപ്പീൽ എത്രയും പെട്ടെന്ന് കൊടുക്കും. ഈ വിധി വന്നോടൻ തന്നെ വിധിയെ മഹത്വവൽക്കരിച്ച് വന്നിട്ടുള്ള ആളുകൾ വിധിന്യായം മുഴുവൻ വായിച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാര്യം 1709 പേജുകളോളമുള്ള വിധിന്യായത്തിൽ അതിൻ്റെ പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ എന്താണെന്നോ അതിൽ എത്രത്തോളം തെളിവുകൾ എടുത്തോ എന്നോ വിശദമായി പല സ്ഥലത്തും ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകില്ല. കാരണം ഈ പല രീതിയിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയുള്ള എവിഡൻസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, അത് തെറ്റായി റീഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഗുരുതരമായ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, ചില തെളിവുകൾ കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിലല്ല പറയേണ്ടത്, ഞങ്ങൾ പറയേണ്ടത് അപ്പീൽ കോടതികളാണ്. അവിടെ വിശദമായി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് പാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞാണ് വരുന്നത്. നിങ്ങളുടെ അന്തിമ വിധി വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം, ഏറ്റവും നന്നായിട്ട് അന്വേഷിച്ച ഒരു കേസ് ആണിതെന്നും ഏറ്റവും നന്നായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത ഒരു കേസാണ് ഇത് എന്നും ഈ ലോകം വിലയിരുത്തും. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ 60% പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് 1 മുതൽ 6 വരെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചത്. ഇവിടെ നടന്നു വരുന്ന ഒരു കാര്യം, ദിലീപ് പ്രതിയാകുന്നതിന് മുമ്പ് തന്നെ ദിലീപ് നിരപരാധിയാണ് എന്ന് വാദമുഖം പൊതുസമൂഹത്തിൽ ഉയർത്തി ഒരു പൊതുസമൂഹത്തിനൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം ആ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശക്തമായ അന്വേഷണം ആഴത്തിൽ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ റോള് വ്യക്തമാക്കിയത് കൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെതിരെ ചാർജ് ഫ്രെയിം ചെയ്തത്. തന്നെ വിടുതൽ ചെയ്തിടണമെന്നുള്ള ഹർജികൾ കോടതികളും അപ്പീൽ കോടതികളും തള്ളിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഈ വിധി വന്നതിന് ശേഷം ഈ വിധിയുടെ സാരാംശം മുഴുവൻ മനസ്സിലാക്കാതെ, വിധിയിലെ പ്രോസിക്യൂഷൻ എവിഡൻസുകളെ മുഴുവൻ മനസ്സിലാക്കാതെ, വിധിയിലെ പരാമർശങ്ങൾ വെച്ച് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി എന്ന് ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് അപ്പീൽ വരും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന 4 പ്രതികൾ അവർ എത്രത്തോളം അവർക്ക് ഈ അപ്പീൽ വിധി ആശ്വാസമാകുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവർക്കെതിരെയുള്ള ശക്തവും വ്യക്തമായ തെളിവുകൾ അപ്പീൽ കോടതിയിൽ അപ്പീൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പീൽ കോടതിയിൽ നിന്ന് അവരെയും കുറ്റക്കാരായി കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസവും
പൂർണ്ണമായ ബോധ്യവും ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇപ്പൊ നടക്കുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട ജഡ്ജ്മെന്റിന് ഒരു വാട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിൽ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അത് സത്യം എന്നായിരുന്നാലും പുറത്തു വരും. ഞങ്ങൾ ഈ കേസിൽ ഉയർത്തിപ്പിടിച്ച ഒരു ആപ്തവാക്യമുണ്ട്, സത്യമേവ ജയതേ.